ഹ്യൂമൻ ജോഗ്രഫിയിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ ഡീറ്റെയിൽ. ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ മാനവ വികസനം എന്ന ആശയം വിശദമായി ചർച്ച ചെയ്തതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി. ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി എന്ന രണ്ടാമത്തെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മാനവ വികസനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് എന്നത് വിശദമായി നമുക്ക് പഠിക്കാം. ദിസ് ചാപ്റ്റർ ബിഗിൻസ് വിത്ത് എ സ്മോൾ സ്റ്റോറി. ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ഈ പാഠഭാഗം ആരംഭിക്കാം. 60 വർഷങ്ങൾക്ക് മുൻപ് ഝാർഖണ്ഡിലെ ഒരു ചെറിയ കർഷക കുടുംബത്തിലാണ് രേഖ എന്ന സ്ത്രീ ജനിച്ചത്. വീട്ടുകാര്യങ്ങളിൽ അവൾ തന്റെ അമ്മയെ സഹായിച്ചു പോരുന്നു. അവളുടെ സഹോദരങ്ങളൊക്കെ തന്നെ സ്കൂളിൽ പോയി പഠിച്ചുവെങ്കിലും അവൾക്ക് യാതൊരുവിധ വിദ്യാഭ്യാസവും ലഭിച്ചിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് റിസീവ് എനി കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. വളരെ മുന്നേ തന്നെ അവളുടെ വിവാഹവും കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അവൾക്ക് വിധവയാകേണ്ടി വന്നു. She was widowed at a very early age. After that, she had to depend on her family to support her life. അവൾക്ക് ഭർതൃകുടുംബത്തെ ആശ്രയിച്ചാണ് പിന്നീട് കഴിയേണ്ടി വന്നത്. സാമ്പത്തികമായ പര്യാപ്തത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെ അവർ കാര്യമായി അവഗണിച്ചു. But her brother helped her to migrate to Delhi. പക്ഷേ അവളുടെ സഹോദരൻ അവളെ ഡൽഹിയിലേക്ക് കുടിയേറാനായിട്ട് സഹായിച്ചു. For the first time in her life, she travelled by bus and train and reached the city of Delhi. ജീവിതത്തിൽ ആദ്യമായി ബസ്സിലും ട്രെയിനിലുമൊക്കെ കയറി ഡൽഹിയിലെത്തി. ഡൽഹിയുടെ മാസ്മരിക ലോകം അവളെ ആദ്യം വല്ലാതെ ആകർഷിച്ചു. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവളെ ആകർഷിച്ച അതേ ഡൽഹി അവളിൽ നിരാശാബോധവും വളർത്തിയെടുത്തു. നഗരത്തെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് നഗരജീവിതത്തിലെ വിരോധാഭാസങ്ങളെക്കുറിച്ച് അവൾ ബോധവതിയായത്. ചേരികൾ, ഗതാഗതക്കുരുക്ക്, മലിനജലം, മലിനവായു, ദാരിദ്ര്യം, പട്ടിണി എന്നിവയൊക്കെ നഗരത്തിന്റെ മറ്റൊരു മുഖമാണ് അവൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തത്. അവൾ ചിന്തിച്ചു. കുറേയേറെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉയർന്നു വന്നു. വികസനവും അവികസനവും പരസ്പര പൂരകങ്ങളാണോ? Thus, development and non-development coexist. വികസനം സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം സഹായിക്കുന്നതാണോ? Does development help only some segments of the society? Does development create haves and have-nots? വികസനം ഉള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ? നമ്മുടെ മനസ്സിലും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അല്ലേ? So, development of a few individuals or regions in a short span of time leads to poverty and malnutrition for many, along with large-scale ecological degradation. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചില പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന വികസനം മറ്റു പലയിടങ്ങളിലും പരിസ്ഥിതി പ്രതിസന്ധിക്ക് തന്നെ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം? Is development class based? വികസനം പക്ഷപാതിത്വം നിറഞ്ഞതാണോ? വികസനം സ്വാതന്ത്ര്യമാണ് എന്നാണ് നാം വിശ്വസിച്ചു പോരുന്നത്. ആ സ്വാതന്ത്ര്യമാകട്ടെ ആധുനീകരണം, വിശ്രമം, സുഖം, സമ്പത്ത് എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വാട്ട് ആർ ദ സിംബൽസ് ഓഫ് ഡെവലപ്മെന്റ്? എന്തൊക്കെയാണ് വികസനത്തിന്റെ മാനദണ്ഡങ്ങളായി കണക്കാക്കുന്നത്? മോഡേണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, efficient education system, medical facilities, safety and security of individuals, etc. ഓരോ ഗവൺമെന്റും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും വികസനത്തിന്റെ നിലവാരം അളക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതാണോ വികസനത്തെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം? Is this a complete view of development? No, it is only a partial view of development. ഇങ്ങനെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ പക്ഷപാതപരമായ ഒരു വീക്ഷണത്തിനെയാണ് നാം വെസ്റ്റേൺ വ്യൂ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ യൂറോസെൻട്രിക് വ്യൂ ഓഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. യൂറോ കേന്ദ്രീകൃത വികസനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. To the people of India,
development is a mixed bag of opportunities, neglect and deprivations. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നത് അവസരങ്ങളും അവഗണനകളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഭാണ്ഡമാണെന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ നഗരങ്ങളിലും മറ്റു വികസിത പ്രദേശങ്ങളിലും ഈ സൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളാണ്. അതായത് ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത്. ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഇവ പോലും ലഭ്യമല്ല. അപ്പോൾ കാലാകാലങ്ങളായി നടന്നുവന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു ഭൂരിഭാഗം ജനതയുടെയും ശോചനീയാവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. Development also leads to environmental pollution, which in turn leads to ecological crisis. Air, water, land, everything is polluted. പരിസ്ഥിതി പ്രതിസന്ധിക്ക് തന്നെ വികസനം കാരണമാകുന്നുണ്ട്. എന്നാൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ജനങ്ങളെയാണ്. The poor people are badly affected by the environmental problems. The poor people are subjected to 3 interrelated processes of declining capabilities. വിവിധ തലങ്ങളിലുള്ള അവരുടെ കർമ്മശേഷി നഷ്ടമാകുന്നതിന് അത് കാരണമാകുന്നു. ഏതൊക്കെയാണ് ആ 3 തലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. There are 3 processes of declining capabilities. 3 തലങ്ങളിലുള്ള ജനങ്ങളുടെ കർമ്മശേഷിയാണ് വികസനം വഴി നശിക്കാൻ ഇടയാകുന്നത്. First one, social capabilities due to weakening of social ties. സാമൂഹ്യ ബന്ധങ്ങൾ ദുർബലമാകുന്നത് വഴി അവരുടെ സാമൂഹ്യ ശേഷി കുറയുന്നു. 2, environmental capabilities due to pollution. മലിനീകരണങ്ങൾ വഴി അവരുടെ പാരിസ്ഥിതിക ശേഷിയും നഷ്ടപ്പെടുന്നു. 3rd is personal capabilities due to diseases and accidents. രോഗങ്ങളും അപകടങ്ങളും വഴി വ്യക്തിപരമായ ശേഷികളും ഇല്ലാതാകുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വികസന രീതിയെ അവലോകനം ചെയ്യുമ്പോൾ പല മേഖലകളിലും നമ്മുടെ വികസനം പരാജയപ്പെടുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും. സാമൂഹ്യ അനീതി, പ്രാദേശിക അസമത്വങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്നതിൽ നമ്മുടെ വികസന പ്രവർത്തനം ഒട്ടും തന്നെ വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ രീതിയിലുള്ള വികസനം വഴി അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്നില്ല. According to the Human Development Report prepared by the UNDP in 1993, the minimum conditions for human development are progressive democratization and increasing empowerment of the people. ജനങ്ങളുടെ പടിപടിയായുള്ള ജനാധിപത്യ വളർച്ചയും സാമൂഹ്യ ശാക്തീകരണവുമാണ് മാനവ വികസനത്തിന്റെ സൂചകങ്ങളായി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് നിർദ്ദേശിച്ചത്. ഓൾസോ, development should be woven around people, not people around development. വികസനം എന്നത് ജനങ്ങൾക്ക് ചുറ്റുമാവണം, അല്ലാതെ വികസനത്തിന് ചുറ്റും ജനങ്ങളല്ല വേണ്ടത് എന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് മുന്നോട്ട് വെച്ച ഒരു പ്രധാന നിർദ്ദേശം. What does it mean? Development should be people-centered. Human development in India. India stands 127th in human development among the nations of the world. Using the indicators selected by the UNDP, the Planning Commission of India has also prepared the Human Development Report. UNDP നിർദ്ദേശിച്ച സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് വിശകലന യൂണിറ്റുകളായി പരിഗണിക്കുന്നത്. പ്രധാനപ്പെട്ട സൂചകങ്ങൾ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരോഗ്യ സൂചകങ്ങളും സാമ്പത്തിക സൂചകങ്ങളും സാമൂഹ്യ സൂചകങ്ങളുമാണ്. ഇവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇക്കണോമിക് അറ്റൈൻമെന്റ്സ്, സാമ്പത്തിക വികസനത്തിന്റെ സൂചകങ്ങൾ. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും
വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതാണ് ഉൽപാദനക്ഷമതയുടെയും മാനവ വികസനത്തിന്റെയും കാതലടങ്ങിയിരിക്കുന്നത്. മൊത്തം ദേശീയ ഉൽപ്പന്നം GNP, അതിന്റെ ആളോഹരി ലഭ്യത, പെർ ക്യാപിറ്റ അവൈലബിലിറ്റി, ഇത് രണ്ടുമാണ് ഏതൊരു രാജ്യത്തിന്റെയും വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് പരിഗണിക്കുന്ന കാര്യങ്ങൾ. ഇന്ത്യയുടെ ആളോഹരി വരുമാനവും ഉപഭോഗശേഷിയും വർഷങ്ങളായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഇന്ത്യയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. The number of people living below poverty line in our country has considerably reduced. എന്നാലും ഒഡീഷ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ 40% ജനങ്ങളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അധിവസിക്കുന്നത്. ആൻഡ് മോർ ദാൻ 30% of the people in Jharkhand, Assam, Meghalaya, Tripura, Arunachal Pradesh, etc. are below poverty line. Only 25% of the educated youth finds employment. അഭ്യസ്ത വിദ്യരായ 25% ആൾക്കാർക്ക് മാത്രമാണ് തൊഴിൽ ലഭിക്കുന്നത്. അപ്പോൾ jobless growth and rampant unemployment are the main reasons for rate of poverty in India. Indicators of a healthy life. ആരോഗ്യപരമായ ജീവിതത്തിന്റെ സൂചകങ്ങൾ. നമ്മൾ മുൻപെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സൂചികകളായിട്ട് കണക്കാക്കുന്നത്, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആരോഗ്യ പരിപാലനം നടത്തുന്നത് വഴി ശിശു മരണ നിരക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹാസ് കം ഡൌൺ ഡ്യൂ ടു pre and post-natal healthcare facilities. Also, post-delivery death of mothers have also come down. പ്രസവാനന്തരം അമ്മമാർക്ക് പോഷകാഹാരം നൽകുന്നത് വഴി പ്രസവാനന്തരമുള്ള മരണവും സ്ത്രീ മരണ നിരക്കും കുറയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1951 മുതൽ 2015 വരെയുള്ള കാലയളവിൽ മെയിൽ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 37.1 വയസ്സിൽ നിന്നും 86.9 വയസ്സായും ഫീമെയിൽ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് സ്ത്രീകളുടെ ആയുർദൈർഘ്യം 36.2 വയസ്സിൽ നിന്നും 70 വയസ്സായും ഉയർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ജനന നിരക്ക് 40.8 നിന്നും 20.8 കുറച്ചു കൊണ്ടുവരുന്നതിലും ഇന്ത്യ വിജയിച്ചു. So no doubt we can say these are all great achievements for our country. പക്ഷേ എന്നാലും നമുക്ക് ഇനിയും നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. റൂറൽ ആൻഡ് അർബൻ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ നോട്ട് സോ ക്രെഡിറ്റബിൾ. അതായത് ഗ്രാമീണ നാഗരിക ആരോഗ്യ സൂചകങ്ങൾ അത്ര പ്രശംസാർഹമല്ല. The female sex ratio in India shows a decline. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പെൺകുഞ്ഞുങ്ങളുടെ അനുപാതം കുറഞ്ഞിട്ടുണ്ട്. Even in highly developed states like Haryana and Punjab, the ratio is 800 female children for 1000 male children. ഹരിയാനയും പഞ്ചാബും പോലുള്ള അതിവികസിത സംസ്ഥാനങ്ങളിൽ പോലും പെൺകുട്ടികളുടെ അനുപാതം 1000 ആൺകുട്ടിക്ക് 800 പെൺകുട്ടികൾ എന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സോഷ്യൽ എംപവർമെന്റ്, സാമൂഹ്യ ശാക്തീകരണത്തിന്റെ സൂചകങ്ങൾ. ഡെവലപ്മെന്റ് ഇസ് ഫ്രീഡം. വികസനം സ്വാതന്ത്ര്യമാണ്. എന്തിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? പട്ടിണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, അവഗണനയിൽ നിന്നും, നിരക്ഷരതയിൽ നിന്നും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. ജനങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ശാക്തീകരണം ലഭ്യമാക്കണം. അങ്ങനെ ഒരു ശാക്തീകരണം എവിടെ നിന്ന് ലഭ്യമാകും? അവർക്ക് അറിവും സാക്ഷരതയും നൽകുന്നത് വഴി മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. Only knowledge and literacy can lead people to freedom. Do you know the total literacy rate in India? ഇന്ത്യയിലെ മൊത്തം സാക്ഷരതാ നിരക്ക് ഏകദേശം 70.04%. ഫീമെയിൽ ലിറ്ററസി റേറ്റ് is 65.46%. South Indian states show higher literacy and female literacy rates than the national average.
ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ സാക്ഷരതാ നിരക്ക് വളരെ കുറവാണ്. 63.82% അവിടുത്തെ നിരക്ക്. കേരളത്തിലെയും മിസോറാമിലെയും സാക്ഷരതാ നിരക്ക് 90%-ത്തിലും മേലെയാണ്. In Kerala, the literacy rate is 92.91% and Mizoram it is 91.58%. ഗ്രാമപ്രദേശങ്ങളിലും സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലും സാക്ഷരതയിലെ ഈ വ്യത്യാസം പ്രകടമാണ്. Women, scheduled caste, scheduled tribes and agricultural laborers show low literacy rates. Human Development Index in India. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന മാനവ വികസന റാങ്കിംഗ് ഉള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളത്തിന്റെ HDI വാല്യൂ ഇറ്റ് ഇസ് 0.79 ആൻഡ് ബീഹാർ, ഒഡീഷ എക്സെട്ര സ്റ്റാൻഡ്സ് ബോട്ടം ഇൻ ദ ലിസ്റ്റ്. ഏറ്റവും താഴ്ന്ന മാനവ വികസനം രേഖപ്പെടുത്തുന്നത് ബീഹാർ, ഒഡീഷ മുതലായ സംസ്ഥാനങ്ങളാണ്. ഇനി എന്ത് കാരണം കൊണ്ടാണ് കേരളത്തിന് ഉയർന്ന റാങ്കിംഗ് ലഭിച്ചത്? നമ്മുടെ 90%-ത്തിൽ അധികം നമുക്ക് ലഭിച്ച സാക്ഷരതാ നിരക്ക് കൊണ്ടാണ്. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സാക്ഷരതാ നിരക്ക് ഇന്നും 60%-ത്തിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മാനവ വികസന റാങ്കിംഗ് താഴ്ന്നിരിക്കുന്നത്. Social differences that developed during the British Raj in India continue to have their impact in our economy and society. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട സാമൂഹ്യ ഉച്ചനീചത്വങ്ങളുടെ സ്വാധീനം ഇന്നും നമ്മുടെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും നിലനിൽക്കുന്നു. ആസൂത്രിത വികസനത്തിലൂടെ സാമൂഹ്യ നീതി നടപ്പിലാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. നമുക്ക് പലതും നേടാനായെങ്കിലും ഉന്നതിയിൽ ഇനിയും എത്തിയിട്ടില്ല. ഇനിയും വളരെയേറെ പുരോഗതി കൈവരിക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. പോപ്പുലേഷൻ, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. വികസനത്തിന് ജനസംഖ്യയിലും പരിതസ്ഥിതിയിലും ഉണ്ടാവുന്ന സ്വാധീനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പോപ്പുലേഷൻ, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ജനസംഖ്യയും പരിതസ്ഥിതിയും വികസനവും. Development and human development are complex phenomena. Achieving economic development will not solve socio-cultural and environmental ills of society. വികസനവും മാനവ വികസനവും സങ്കീർണമായ പ്രതിഭാസങ്ങളാണ്. സാമ്പത്തിക വികസനം നേടുന്നത് കൊണ്ട് മാത്രം സമൂഹത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമെന്നില്ല. Development brings in better quality of life. But social discriminations, inequalities and deprivations have to be addressed. വികസനം ജീവിതത്തിന് ഉത്കൃഷ്ടത കൈവരുത്തുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ സാമൂഹ്യ വിവേചനങ്ങൾക്കും അസമത്വങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവ നമ്മുടെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിത്തറ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. Human Development Report 1993 amended some of the implicit biases and prejudices in development. 1993 മാനവ വികസന റിപ്പോർട്ട് വികസന സങ്കല്പത്തിൽ അന്തർലീനമായിരുന്ന ചില മുൻവിധികളും തെറ്റിദ്ധാരണകളും തിരുത്തുകയുണ്ടായി. ജനങ്ങളുടെ പങ്കാളിത്തത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും ആണ് അത് പ്രാധാന്യം നൽകിയത്. ജനാധിപത്യ സമ്പ്രദായങ്ങളുടെ പടിപടിയായ വളർച്ചയ്ക്കും ജനശാക്തീകരണത്തിനും അത് ശക്തമായ ശുപാർശ നൽകി. ഇറ്റ് emphasized progressive democratization and empowerment of people. രാജ്യത്തിന് സമാധാനവും വികസനവും യാഥാർത്ഥ്യമാക്കുന്നതിന് പൗരസമൂഹത്തിന്റെ സൃഷ്ടിപരമായ പങ്കാളിത്തം കൂടിയേ തീരൂ. സൈനിക ചെലവ് കുറയ്ക്കുന്നതിനും അത്യാവശ്യമായ പ്രതിരോധ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് അടിസ്ഥാന മേഖലകളിലെ ഉൽപാദന സേവന പ്രവർത്തനങ്ങളിലേക്ക് അവരെ നിയോഗിക്കുന്നതിന് ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടതും പൗരസമൂഹത്തിന്റെ കർത്തവ്യമാണ്. The neo-Malthusians and environmentalists argued to maintain a balance between population and resources before starting any developmental activity. സൗഭാഗ്യവും സമാധാനവും സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ രാജ്യത്തെ വിഭവങ്ങളും ജനസംഖ്യയും തമ്മിൽ ശരിയായ ഒരു സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. Social distribution is more important than availability of resources.
വിഭവങ്ങളുടെ ലഭ്യതയേക്കാൾ കൂടുതലായി ലഭ്യമായ വിഭവങ്ങളുടെ ശരിയായ വിതരണത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കണം. Gandhiji also supported the balance and harmony between population and resources. ജനസംഖ്യയും പ്രകൃതി വിഭവങ്ങളും തമ്മിൽ പൊരുത്തവും സന്തുലിതാവസ്ഥയും കാത്തുസൂക്ഷിക്കണമെന്ന് ഗാന്ധിജി പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ധാർമ്മികതയും ആധ്യാത്മികതയും സ്വാശ്രയശീലവും പരസ്പര സഹകരണവും വളർത്താത്ത വ്യവസായവത്കരണ രീതിക്ക് അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനം ക്ലബ് ഓഫ് റോം റിപ്പോർട്ടിലെ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നതിൽ വീണ്ടും മാറ്റൊലി കൊണ്ടു. 1974 ഷുമാക്കർ പ്രസിദ്ധീകരിച്ച സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്ന ഗ്രന്ഥം പങ്കുവയ്ക്കുന്നതും ഈ കാഴ്ചപ്പാട് തന്നെയാണ്. 1987 ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അവർ കോമൺ ഫ്യൂച്ചർ എന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. 1993 നടന്ന റിയോ കോൺഫറൻസിന്റെ അജണ്ട 21 എന്ന റിപ്പോർട്ടും ഈ വീക്ഷണഗതിയെ ശക്തമായി പിന്താങ്ങി. ഇനി ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗത്തെ ആസ്പദമാക്കി കുറച്ച് ചോദ്യങ്ങളാണ് തരുന്നത്. അതിന്റെ ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ ജോഗ്രഫി ടീച്ചറെ ഏൽപ്പിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമൻ ഡെവലപ്മെന്റ്? മാനവ വികസനം കണക്കാക്കുന്നതിനുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണ്? സെക്കൻഡ്, ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ ഹെൽത്തി ലൈഫ്. ആരോഗ്യകരമായ ജീവിതത്തിന്റെ സൂചകങ്ങളെക്കുറിച്ച് വിവരിക്കുക. തേർഡ്, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ കേരള. കേരളത്തിലെ ഉയർന്ന മാനവ വികസനത്തിനുള്ള കാരണങ്ങൾ എഴുതുക.